നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ സാമ്പത്തിക വർഷം 2 മാസം പിന്നിട്ടിട്ടും വായ്പയുടെ കാര്യത്തിൽ പ്രതികരിക്കാത്ത കേന്ദ്ര നിലപാടിൽ സംസ്ഥാനത്തിന് ആശങ്ക. ഒരു തവണ സംസ്ഥാനം കത്തയച്ചെങ്കിലും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ ജൂണിൽ ശമ്പളവും പെൻഷനും നൽകൽ പ്രതിസന്ധിയിലാവും. കേന്ദ്രത്തെ അനുനയിപ്പിച്ച് വായ്പ അനുമതി നേടിയെടുക്കാൻ സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറി രബീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിക്ക് തിരിച്ചതായാണ് അറിവ്. മെയ് മാസത്തിൽ 10,000-ലേറെ ജീവനക്കാർ വിരമിക്കും. അവർക്കുള്ള ആനുകൂല്യങ്ങളും നൽകണം. സാധാരണ ഏപ്രിൽ മാസത്തിൽ വായ്പാ ലഭ്യതയെക്കുറിച്ചുള്ള അറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം മാസാമാസം വായ്പ എടുക്കുക. ഇക്കുറി അതുണ്ടായില്ല. തൽക്കാലം അനുമതിയെങ്കിലും നൽകണമെന്ന അഭ്യർത്ഥനയും കേന്ദ്രം കണക്കിലെടുത്തിട്ടില്ല. വായ്പാ നിയന്ത്രണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടി എന്നോണം സംശയിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. മെയ് മാസം തീരാൻ ഇനി 5 ദിവസം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് റിസർവ് ബാങ്ക് മുഖേന വായ്പ എടുക്കാനാവുക. ചൊവ്വാഴ്ചകളാണ് കേരളം വായ്പ എടുക്കുന്നത്. ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത ചൊവ്വാഴ്ച വായ്പ എടുക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. 5,000 കോടിയെങ്കിലും ഈ മാസം വായ്പ എടുക്കേണ്ടി വരും. ധനപ്രതിസന്ധി തീർക്കാൻ 9,000 കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്ര സർക്കാർ തള്ളിയത്. നേരത്തെ അനുവദിച്ച 3,000 കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു. അതുകൂടാതെയാണ് പുതിയ വായ്പ ആവശ്യവുമായി കേരളം എത്തിയിരിക്കുന്നത്. 15,000-ലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത്. ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം 9,000 കോടിയോളം വേണമെന്നാണ് ആവശ്യം. ഈ വർഷം സംസ്ഥാനത്തിന് 37,512 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതിയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യ 9 മാസം എടുക്കാവുന്ന കടം എത്രയെന്ന് ഇനിയും കേന്ദ്രം പറഞ്ഞിട്ടില്ല. ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടമെടുക്കാനുമാകില്ല. ഈയിടെ ഒരു 3,000 കോടിയുടെ വായ്പ കേന്ദ്രം അനുവദിച്ചതാണ്. വായ്പാ പരിധിയിൽ നിന്നാണ് 3,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് 9,000 കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കേരളം മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിൽ തിരികെ എത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ധനമന്ത്രിക്ക് സംസ്ഥാനം കത്തെഴുതിയത്. നേരത്തെ അനുവദിച്ച 3,000 കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. 1 മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 9,000 കോടി വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത്. കേരളം കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ചത് ഏറ്റുമുട്ടലിന്റെ പാതയാണ്. ഇതാണ് നിർമ്മല സീതാരാമനെ ബുദ്ധിമുട്ടിക്കുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട വായ്പയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന്റെ പാത സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. കടമെടുപ്പിന്റെ പരിധി എടുത്തു കളയണമെന്ന ധിക്കാരപരമായ നിലപാടാണ് കേരളം ഹർജിയിൽ സ്വീകരിച്ചത്. കപിൽ സിബൽ ആയിരുന്നു കേരളത്തിനായി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത്. ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം എന്ന ചീത്തപ്പേരും കേരളം സ്വന്തമാക്കി.